കൺഗ്രാറ്റുലേഷൻ. പാട്ട് ഗംഭീരമായിരുന്നു. കുഞ്ഞുണ്ണി ഇപ്പൊ കോളേജിൽ വളരെ പോപ്പുലർ ആയിരിക്കുക. ഇനിയിപ്പോ പല ആരാധകരുടെയും കത്തുകൾ കിട്ടുമായിരിക്കും. ആരാധകരുടെ മാത്രോ അതോ? ഞാൻ വരട്ടെ. സിനിമയിൽ പാടാൻ ആഗ്രഹമുണ്ടോ? സിനിമയിൽ പാടാൻ ആഗ്രഹമുണ്ടോ? ഒരു ജേർണലിസ്റ്റ് വന്നിരിക്കുന്നു. You know that Plan Kingdom is mainly divided into crypto game and Fenero game. And again these crypto games are divided into Thalo Fighter, Pteridophyta and Bryophyta. And Fenero games are again divided into Gymnosperm and Angiosperm. These Angiosperms are again divided into dicotyledons and monocotyledons. And we can see monocotyledons having a fiber root system and which dicotyledons have a tap root system. ആ ബുക്കിംഗ് തരൂ. തരാനല്ലേ പറഞ്ഞത്? എന്താ ഇത്? ക്ലാസ്സിൽ വായിക്കാൻ കണ്ട ബുക്ക്. ടീച്ചർ, ഞാൻ താനൊരു അക്ഷരം മിണ്ടണ്ട. ഗെറ്റ് അപ്പ് ടു ദ ക്ലാസ്. അത് Come on, get out of the class. Madam, he is innocent. Who asked you? If you want to go with him, come on, get out. എന്താടാ ചമ്മുണ്ണി നായരെ, വയറ് നിറച്ചു കിട്ടിയപ്പോ സന്തോഷായില്ലേ? അന്ന് നീ ഞങ്ങളെ ചൂണ്ടിക്കൊടുത്തില്ലേ? ഇപ്പൊ എങ്ങനെയുണ്ട്? അങ്ങനെ പോയാലോ? ഇവൻ ഒരു പുതിയ വക്കീലിനെ കിട്ടിയിട്ടുണ്ട്. ഫീസ് കൊടുക്കണ്ട. ഓഹോ, ഫീസ് വേണമെങ്കിൽ ഇങ്ങോട്ട് കൊടുക്കും. ആഹാ. ആഹാ, നിനക്ക് ദേഷ്യം വരൂ? ഇവന് ദേഷ്യം വരും. ഇവനാണെന്നാ തോന്നുന്നു. നമുക്കൊന്ന് നോക്കിയാലോ? എടാ പാച്ചുണ്ണി നായരെ, കുഞ്ഞുണ്ണിയായിട്ട് ആരുടെയും മെക്കെട്ട് കയറാൻ പോണ്ട. ഇങ്ങോട്ട് വന്നാ ഒരുത്തനും വിടരുത്. ഇവന്റെ മൂക്കിൽ തൊട്ടാ ദേഷ്യം വരുമോ നോക്കാൻ? മൂക്ക് പഞ്ഞോലും ദേഷ്യം വരുന്നില്ലേ? ഒന്ന് ട്രൈ നോക്കി.
ചുണ്ടിന് ചോര വരുന്നുണ്ട് കേട്ടോ. വലിയ വല്ലതും പോയാ കുറെ ദിവസം ആകുന്ന ഓർമ്മ എനിക്ക്. എന്താ ഇത്? കുഞ്ഞിക്ക് ഫോൺ കോൾ ഉണ്ട്. ഹലോ, ഞാൻ കുഞ്ഞുണ്ണിയാ. കുഞ്ഞുണ്ണി, ഇറ്റ് വാസ് ഫാന്റാസ്റ്റിക്, ജസ്റ്റ് ഫാന്റാസ്റ്റിക്. മനസ്സിലായില്ലേ? ഞാൻ അശ്വതിയാ. ഇനി കണ്ടോ, അവര് കുഞ്ഞുണ്ണിയെ കണ്ടാ ഓടി ഒളിക്കും. യു ഹാവ് ബിക്കം ദ ഹീറോ ഓഫ് ദ കോളേജ്. എന്താ ഒന്നും മിണ്ടാത്ത? എനിക്ക് കെട്ടിപ്പിടിക്കണം തോന്നി. പക്ഷെ എന്ത് ചെയ്യും, ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നോണ്ട്. കുഞ്ഞിന് എന്താ ഒന്നും മിണ്ടാത്തത്? എന്തോ സംസാരിച്ചു കഴിഞ്ഞില്ലേ? ഗോ ടു റൂം. എനിക്ക് ഫാഷനോട് വലിയ ഭ്രമമാണ്. എങ്കിലും ഇപ്പോഴും ഗ്രാമം എന്ന് വെച്ചാൽ എനിക്ക് ജീവനാ. പുഴയും നെൽപ്പാടങ്ങളും തെങ്ങിൻ തോപ്പും എല്ലാം. കുഞ്ഞുണ്ണി എന്തെങ്ങനെ നെർവസ് ആവുന്നത്? അല്ല, ആരെങ്കിലും കണ്ടാൽ. കഷ്ടം. കുഞ്ഞുണ്ണിക്ക് ഒരു പെണ്ണിന്റെ ധൈര്യം പോലും ഇല്ലല്ലോ. എന്നെ നോക്കി പഠിക്ക്. ഞാനെത്ര ഫ്രീ ആയിട്ടായിരിക്കുന്നത്. അയ്യോ, വാർഡൻ വരട്ടെ. ശരി. രക്ഷപ്പെട്ടു. ദേ എന്നെ കണ്ടില്ലേ, ഞാൻ എത്ര ഫ്രീ ആയിട്ടായിരിക്കുന്നത്. ആ, ഇതെനിക്കും ചെയ്യാം. ഒരു കണ്ടീഷൻ. കുഞ്ഞുണ്ണി അടിച്ചിട്ടാ കുഞ്ഞുണ്ണി പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഞാൻ അടിച്ചിട്ടാ ഞാൻ പറയുന്ന പോലെ കുഞ്ഞുണ്ണി ചെയ്യണം. ഓക്കെ? എടുത്തോ. ഫസ്റ്റ് കണ്ടീഷൻ, കുഞ്ഞുണ്ണി കുറച്ചുകൂടി സ്മാർട്ട് ആയിട്ട് ഡ്രസ് ചെയ്യണം. സെക്കൻഡ് കണ്ടീഷൻ, ഈ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റണം. തേർഡ് കണ്ടീഷൻ, പിന്നെ 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 ശ്രീധരൻ വിഷമിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. മുട്ടിഞ്ഞ പലിശ അവന്. എന്നാലും സാരമില്ല, കുഞ്ഞുണ്ണിക്ക് എത്രയും വേഗം പൈസ അയച്ചു കൊടുക്കണം. എന്നാ ഞാൻ പോട്ടെ. ശരി, വൈകിട്ട് വിവരം അറിയിക്കണം. പൊക്കോ, ചെല്ല്. പുള്ളിക്ക് സാധനം
छोट सून कल्प टुक चान मस्त नागी पले എന്ത് പറ്റിയത് ഉണ്ടോ സാറാ ആരത് എന്താ കിട്ടാ വന്നത്? ഞാൻ ചേട്ടനെ ഒന്ന് കാണാൻ വന്നതാ ചേട്ടൻ കുളിക്കുവാണല്ലോ, എന്താ? ഒന്നുമില്ല, ഞാൻ ചുമ്മാ. പിന്നെ പിന്നെ പറ, ഇങ്ങോട്ട് പോരട്ടെ. ദേ ഇപ്പൊ ഞങ്ങൾ കണ്ടു പിരിഞ്ഞതേ ഉള്ളൂ. ആരാടി അവിടെ? എന്താടാ? ഇവിടെ ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഓ, നിന്നോടായിരിക്കും. നിന്നോട് തന്നെയാ ചോദിച്ചത്. എന്താ വിശേഷം? ഇപ്പോ എത്രയാണോ പലിശ? അറിഞ്ഞിട്ടെന്ന് വേണം. കുറച്ച് രൂപ വേണമായിരുന്നു വായ്പയായിട്ട്. ആർക്കാ? വേണ്ടപ്പെട്ട ആൾക്ക് തന്നെയാ. ശ്രീധരൻ വല്ലാത്ത ബുദ്ധിമുട്ടിലാ. കുഞ്ഞുണ്ണിയുടെ പഠിത്തവും എല്ലാം കൂടി അയാളെ ഞെക്കി പിഴിയാ. പാവം ഒറ്റയ്ക്ക് എന്ത് ചെയ്യും? അല്ല, അധികമൊന്നും വേണ്ട, ഒരു 2000 രൂപ മതി. ന്യായമായിട്ടുള്ള പലിശ തരാ. അല്ല, പിന്നെ അന്യായമായാലും തെറ്റില്ല. അല്ല, വെറുതെ വേണ്ട, പണയമായിട്ട് പറമ്പിന്റെ ആധാരം വേണമെങ്കിൽ തരാം. കിട്ടിയ വലിയൊരു ഉപകാരമായിരുന്നു. 2-3 മാസത്തേക്ക് മതി. കമ്പനിയിൽ നിന്നൊരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട്. അത് കിട്ടാനുള്ള താമസം കൊണ്ടാ ഇപ്പൊ ഇങ്ങനെ ഒരു ഏർപ്പാട് വേണ്ടി വന്നത്. തരാന്നുണ്ടെങ്കിൽ സീറൻ തന്നെ നേരിട്ട് വരും. കിട്ടാ, എന്റെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്. 2000 അല്ല, 2 ലക്ഷം വേണമെങ്കിലും എടുക്കാനുണ്ട്. പക്ഷെ നിന്റെ കൂട്ടുകാരനുണ്ടല്ലോ ശ്രീധരൻ, അവന് 10 നയാ പൈസ കൊടുക്കില്ല. അങ്ങനെ പറയരുത്, ഒരു നിവൃത്തിയില്ലാത്തോണ്ടല്ലേ. അവൻ ചാകാൻ കിടക്കണം അറിഞ്ഞാ പോലും ഈ ശിവൻപിള്ള ഒരു ചില്ലി കാശ് തരില്ല. അപ്പൊ താൻ തരില്ല? ഉറപ്പാണല്ലോ? ആ, തരില്ല. ഞാൻ മരിക്കേണ്ടി വന്നാൽ പോലും തന്റെ അടുക്ക് ഇനി ഒരു ന്യായ പൈസക്ക് വരില്ല. ആ നിലയ്ക്ക് തന്നെ മുഖത്ത് നോക്കി 4 പുളിച്ച തെറി എനിക്ക് പറയാമല്ലോ. ഇറങ്ങി പോടാ തീർപ്പാ. കുറയ്ക്കാതെ പട്ടി. ഒരുത്തൻ കുറച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ. പട്ടി തെണ്ടി നാറി. നീ മരിക്കുന്നതിന് മുമ്പ് നീ കുത്തുവാൻ എടുക്കുന്നത് ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കാണും. ഈ നാട്ടുകാരുടെ എല്ലാ വകയും നിനക്കുണ്ട്. നിർത്തില്ല. 3 ദിവസത്തേക്ക് കാണുന്നവരോട് മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ട് കിടക്കും. ഇല്ലെങ്കിൽ എന്തെങ്കിലും പണയം വെച്ചാലും ശരി, ഞാൻ കുറച്ച് കാശുണ്ടാക്കി ഒരു മൈക്ക് സെറ്റ് വാടകയ്ക്കെടുത്ത് ഈ നാട്ടുകാരോട് മുഴുവൻ ഞാൻ പറഞ്ഞുകൊണ്ട് കിടക്കും. മനസ്സിലായിക്കോ? അതെന്റെ നിന്നെ കവലനം കണ്ടുപോയാലുണ്ടല്ലോ, നിന്റെ മുഖത്ത് ഞാൻ എരുമച്ചാണമാരി ഇങ്ങനെ തേക്ക് ഞാൻ. വേണ്ടി കളസീതര, ഒരു വഴി അടഞ്ഞാ വേറെ 9 വഴി തുറക്കും. അതറിയാവോ? നീ ധൈര്യമായിട്ടിരിക്കേ. വേറെന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ സാരമില്ലായിരുന്നു. കുഞ്ഞണി സമയത്ത് കാശില്ലാതെ വിഷമിക്കും. അത് ഓർക്കുമ്പോഴാ. നോക്കാം. ഇനിയിപ്പോ ഇവരെന്ത് പറയുമാവും? അല്ല, നമുക്ക് നോക്കാലോ.